ഇന്നുണ്ടല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഹൈദരാബാദിലോട്ട് പോവുകയാണ്. വെളുപ്പിനെ 3 മണിക്കാണ് എൻ്റെ ട്രെയിനിൽ കയറിയ ഉടനെ ഞാൻ കയറി കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റിട്ട് പല്ല് തേച്ചിട്ട് അമ്മ തന്നുവിട്ട മുട്ടക്കറിയും ചപ്പാത്തിയും കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല പൊതിച്ചോറും ചമ്മന്തിയും മുട്ട വറുത്തതും മീൻ വറുത്തതും എല്ലാം കൂടെ ആഹാ. പിന്നെ സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പിടിച്ചിട്ടായിരുന്നു അങ്ങ് എത്തിയത്. ഒരു പരുവത്തിന് പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഞാൻ അങ്ങ് എത്തി ഹൈദരാബാദിൽ. റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേന് അമീർ എനിക്ക് ഫുഡായിട്ട് വന്ന് പാമ്പ് പിടിച്ചോ ഞാനൊന്നും കഴിച്ച് കാണത്തില്ലെന്ന് മേടിച്ച് കൊണ്ടുവന്നതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ, ഇനിയിപ്പോൾ ഒന്നും കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അവൻ എന്നെ വിളിച്ചിട്ട് പോയി ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോയി. വേണ്ടെന്ന് പറഞ്ഞതാണ്, പിന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു. ഇനി അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട പച്ചക്കറികളും ചിക്കനും എല്ലാം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് ചിക്കൻ ഞാൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കുകയും അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ എളുപ്പമാണ്. നാട്ടിൽ പോയപ്പം എല്ലാ സാധനങ്ങളും തീർത്തിട്ടാണ് പോയത്. ഈവൻ വെള്ളം പോലും ചെറിയ തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചുക്ക് കാപ്പി കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി.